ലോക ചലച്ചിത്രാചാര്യന്മാർക്ക് ആദരമായ 29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സിനിമ ആൽക്കമിക് പ്രശസ്ത സംവിധായകനും ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനുമായ ടി കെ രാജീവ് കുമാർ ക്യൂറേറ്ററാകുന്ന പ്രദർശനത്തിൽ കലാസംവിധായകരും ചലച്ചിത്രകാരനുമായ റാസി മുഹമ്മദ് വരച്ച പെയിന്റിങ്ങുകളാണ് ഡിജിറ്റൽ എക്സിബിഷനിലൂടെ പ്രദർശിപ്പിക്കുന്നത്. ഈ അപൂർവ ദൃശ്യവിരുന്ന് കാണാൻ നിരവധി പേരാണ് പ്രദർശനവേദിയിലെത്തുന്നത്. റിപ്പോർട്ട് കാണാം. ഇതോടെ ഫസ്റ്റ് ന്യൂസ് പൂർണ്ണമാക്കുന്നു. നമസ്കാരം. അകിര കൊറോസോവ, അലൻ റെനെ, ആൽഫ്രഡ് ഹിച്ച്കോക്ക്, തർക്കോവ്സ്കി, അടൂർ ഗോപാലകൃഷ്ണൻ, ആഗ്നസ് വർദ്ധ, മാർത്ത മെസ്റോസ്, മീര നായർ തുടങ്ങി 50 ചലച്ചിത്രാചാര്യന്മാർക്ക് ആദരവർപ്പിച്ചുള്ള പ്രദർശനം. ഓരോ ചലച്ചിത്രാചാര്യന്മാരുടെയും സവിശേഷമായ സിനിമാ സമീപനത്തെക്കുറിച്ച് ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ. ഡിജിറ്റൽ ചിത്രകലയും ചലച്ചിത്രകലയും സമന്വയിക്കുന്ന അപൂർവ ദൃശ്യവിരുന്ന്. പ്രദർശനത്തിൽ സർ റിയലിസത്തിന്റെയും ഹൈപ്പർ റിയലിസത്തിന്റെയും ദൃശ്യസാധ്യതകളും സമർത്ഥമായി സംയോജിപ്പിച്ചിട്ടുണ്ട്. വർഷങ്ങളായി മനസ്സിലുണ്ടായിരുന്ന ആശയമായിരുന്നു ഇങ്ങനെയൊരു പ്രദർശനമെന്ന് ക്യൂറേറ്റർ ടി കെ രാജീവ് കുമാർ പറഞ്ഞു. ഈ മാസ്റ്റേഴ്സിന്റെ എല്ലാ സിനിമയ്ക്കും വളരെ പിവട്ടലായിട്ടുള്ള ഇമേജറികളുണ്ട്. ചില ബിംബങ്ങൾ വെച്ചിട്ടാണ് പല മേജർ സീക്വൻസും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓരോ സിനിമകളിൽ ചില ഇമേജറി വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ആ സീൻ ഓർക്കും. ചില സൗണ്ട് എഫക്ട്സ് വെച്ചിട്ട് നമ്മൾ ഓർക്കും. ഇവരുടെ മാസ്റ്റേഴ്സിന് അങ്ങനെ ഒരു വലിയ ഈ കഥ പറയുന്നതിനപ്പുറത്ത് വിഷ്വലായിട്ടുള്ള ചില ഒരു ഇമേജറിയുടെ സ്ട്രെങ്താണ് പലപ്പോഴും നമ്മളെ ഈ സിനിമ വീണ്ടും വീണ്ടും നമുക്ക് കാണാനും ആസ്വദിക്കാനും പറ്റുന്ന. നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകളും ഉപയോഗപ്പെടുത്തി കഴിഞ്ഞ 9 മാസങ്ങൾ കൊണ്ടാണ് ഇത്രയും ചിത്രങ്ങൾ പൂർത്തിയാക്കിയതെന്ന് റാസി മുഹമ്മദ്. പല മുമ്പുള്ള ഫെസ്റ്റിവലുകൾ അല്ലെങ്കിൽ അവിടെ അവർ ആ സമയത്തുണ്ടായിരുന്ന തിയേറ്റർ എക്സ്പീരിയൻസ് ഇതെല്ലാം അവർക്ക് വീണ്ടും ഓർമ്മിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ട്രാവലാണ് ശരിക്കും ഈ ഒരു എക്സിബിഷൻ എന്നുള്ള സംഭവമുണ്ട്. ശരി, മുമ്പോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വർക്കുകൾ. ഈ പറഞ്ഞ പോലെ 50 സംഭവം നിർത്തിയിട്ടില്ല. കാലഘട്ടത്തിനനുസരിച്ച് സാങ്കേതിക വിദ്യയിൽ വരുന്ന മാറ്റങ്ങളുടെ പ്രതിഫലനം കൂടിയാണ് ചലച്ചിത്രമേളയിൽ ഒരുക്കിയ ഈ ഡിജിറ്റൽ പ്രദർശനം. പ്രമോദ് പന്നിയോടിനൊപ്പം മാനസ മനോജ്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.